റൂമിൽ വെറുതെ ഇങ്ങനെ ഈവനിങ് ടൈം ഇരുന്നപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു ബൊട്ടാനിക്കൽ ഗാർഡൻ. കാശ്മീരിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ നമ്മളെ റൂമിന് തൊട്ടടുത്തായിരുന്നു. എങ്ങനെ നമ്മൾ റൂമിലിരുന്ന് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന ടൈമിൽ നേരെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം വന്നിട്ട് വെറുതെ ഇരുന്ന് എന്ത് ചെയ്യാനാ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് വന്നു. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നാലും ഈ ഒരു ഗാർഡനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല, എങ്കിലും നമ്മൾ വെറുതെ റൂമിൽ കിടന്ന് ഉറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഈവനിങ് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ്. ഇവിടെ അടുത്ത് വേറൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇന്ന് ഏതോ ഒരു VIP വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണത്താൽ അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇന്ന് 5 മണിക്ക് ശേഷം അങ്ങ് ആ റൂട്ട് വണ്ടി വിടുന്നില്ല എന്ന്. പിന്നെ നോക്കുമ്പോൾ വെറുതെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനാണെങ്കിൽ നമ്മൾ കാശ്മീർ വരേണ്ട ആവശ്യമില്ല. ആ ഒരു ഇതിന് നേരെ ഇറങ്ങി കാശ്മീരിന്റെ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന നടക്കുന്നല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഗാർഡനിലേക്ക് വരുന്നുണ്ട്. കാശ്മീരികളിനെ ജസ്റ്റ് ടൈം ചെലവഴിക്കാനായിട്ട് ഇവിടെ വരുന്നൊരു പ്ലേസ് ആണ് നമ്മുടെ ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ തന്നെ കാണാം. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ കുറച്ച് കാശ്മീരിന്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂവുകളൊക്കെ പൂക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണാം, അതൊരു എക്സ്പീരിയൻസ് ആവാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. കയറി വരുന്ന ടൈമിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ്, വേറെ ഫേസ് മാസ്ക്. ഇവിടെ ഏകദേശം നേരെ റിട്ടേണായിട്ട് കുറച്ച് ടൈം വൈകും. അതായത് 5 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോഴും വെയിലുണ്ട്. സൂര്യാസ്തമിക്കുമ്പോൾ ഏകദേശം 7:30 ടൈമോളം ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്ന് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ വേറൊരു വെറൈറ്റി ടൈപ്പ് ഫ്ലവർ ഇപ്പോൾ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ വന്ന കുറച്ച് പേര് തന്നെ കാശ്മീരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തോട്ട് പോയിട്ട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ വേറെ ഒരുപാട് സഞ്ചാരികളും വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാം ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇവിടെ കാശ്മീരിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ തുടങ്ങാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന കീർത്തിചക്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ തുടങ്ങിയതാണ് കാശ്മീർ എന്ന ഒരു മോഹം. ആ മോഹം അവസാനിച്ചത് ഇതാ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങളിവിടെ ചെലവഴിച്ച ദിവസങ്ങളിലാണ്. നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്നത് മലയാളിയുടെ ബോധ മനസ്സിലുള്ളത് കേവലം ആക്രമണങ്ങളുടെയും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമാണ്. അതിൻ്റെ ഒന്നും കേന്ദ്രമല്ലെന്നും തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നീങ്ങുന്ന ഈ നാട്ടിൽ എത്രമാത്രം മഞ്ഞും മലയും മാമലകളുമാണ് നമ്മൾ കണ്ട് രസിച്ചു വരുന്നത്. അതുകൂടാതെ നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ അടുത്ത് ദുൽഖർ സൽമാനൊക്കെ പറഞ്ഞതുപോലെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. ഇവിടെയെന്ന് വെച്ചാൽ അത് കാശ്മീരിലാണ്. കാശ്മീർ മാത്രമാണ് ഭൂമിയിലെ ഏക സ്വർഗം. അത് ഇന്ത്യക്ക് ലഭിച്ചത് നമ്മുടെ അഭിമാനമാണ്. എന്തുകൊണ്ട് പണ്ട് ജവഹർലാൽ നെഹ്റു ഈ കാശ്മീർ ഇന്ത്യക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും മികച്ച രേഖയാണ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. എത്രമാത്രം സഹവർത്തിത്വ ബോധമുള്ള മനുഷ്യരാണ് നമ്മുടെ കാശ്മീരിൽ താമസിക്കുന്നത്. അവർ നമ്മളോട് എത്രമാത്രം ഫ്രണ്ട്ലി ആയിട്ടാണ്. അവർ കേരളക്കാരെ കുറിച്ച് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. ഞങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേർ വന്നിട്ടുണ്ട്. പക്ഷേ
കേരളക്കരക്കകത്തുള്ള ഒരു മനുഷ്യർ മാത്രമാണ് നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കേരളക്കാർ മാത്രമാണ് ഞങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കാത്തത്. ഏതായാലും ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ സമ്മാനിച്ച M4 മീഡിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ മികച്ച വ്ളോഗർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് കാശ്മീർ. നല്ല ഭംഗിയുണ്ടല്ലോ എന്നാണ് അവള് പറഞ്ഞത്. നല്ല ഭംഗിയല്ലേ? ആണ്. കൈമാറ്റ്. ഒന്നും പറയാനില്ല. അവള് ഭയങ്കര നാണം കൂടിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞൊന്നല്ല സംഭവം. നമ്മളിവിടെ ഒരേ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരേ സ്ഥലങ്ങളിൽ കയറി കാണുന്ന കാഴ്ചകളാണ്. അത് നിങ്ങളെയും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. കാണുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട് നടന്നു പോകാം. എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്തൊരു ലേക്ക് വരുന്നുണ്ട്. അതിൽ വേറെ ബോട്ടിങ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു വാട്ടർ മൗണ്ട് മാത്രം കയറി വരുന്നതിന്റെ അവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ മോനെ, ആ ഒരു മരം നോക്കി എന്താ ഭംഗി നോക്കി കാണാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ആ ഇലകളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഏത് മരമാണെന്നോ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവർ എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നോക്കിയേ എന്താ ഭംഗി നോക്കിയേ. ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഡെക്കറേഷൻ ചെയ്താൽ കിട്ടും ഈ ഒരു ഭംഗി. എന്താ ഒരു ഭംഗി നോക്കിയാൽ. ക്യാമറയിൽ എത്രത്തോളം ബെറ്റർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ മോനെ, ഇവിടെ 2-3 മരം നിൽപ്പുണ്ട്. അത് മാത്രമല്ല ആ സൺലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡിലൂടെ കാണാനായിട്ട് അതിമനോഹരമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെ ഈ ഒരു ഭാഗം തന്നെയാണെന്ന് പറയാം. അതിമനോഹരമായിട്ട് തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ ഈ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരുപാട് കാശ്മീരികളിലൂടെ വരുന്നുണ്ട് എന്നത് നമുക്ക് താണ്ട ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ട ഒരുപാട് പേര് സമയം ചെലവഴിക്കാനായിട്ട് ഈ ഒരു പാർക്കിലേക്ക് വരാറുണ്ട്. ഈവനിങ് ടൈമിൽ വരുന്നത് അതിമനോഹരമാണ്. നമ്മുടെ ടൈം സ്പെൻഡ് ആവുന്നത് നമ്മൾ തന്നെ അറിയത്തില്ല. കാരണം ഇളം തണുപ്പത്ത് ആ ഒരു വെയിലിന്റെ ചൂട് ഇതെല്ലാം ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈം, നല്ലൊരു ക്ലൈമറ്റുമാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു പാർക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നോക്കി എന്താ ഒരു ഫ്രെയിം എന്ന് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു മരത്തിൻ്റെ ഇടയിലൂടെ ആ സൺലൈറ്റ് വരുന്നത് കാണാനായിട്ട് ഒരു രക്ഷയില്ല. അങ്ങോട്ട് കുറച്ച് ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതും കൂടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നമ്മളൊരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ചെറിയൊരു തണുപ്പ്, അതുപോലെ തന്നെ നമുക്ക് എന്തോ ഈവനിങ് കാഴ്ചകളൊക്കെ കണ്ട് ചുമ്മാ ഒന്നിങ്ങനെ പാർക്കിനകത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഇവിടെ വന്നിരിക്കുക. അതുമാത്രമല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തളർന്ന് തിനക്ക് വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ വന്ന് ഈ കാശ്മീരി ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാനായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് 24 റുപ്പീസാണ്. അത് വലിയതൊന്നുമില്ല, വലിയ തിരക്കില്ല. കോവിഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ്സ് കുറവില്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം വീണ്ടും ഇവിടുത്തെ എൻ്റെ നേരിൽ തൊട്ട് ഫ്രണ്ടിൽ പോരുന്നതാണ് ഒരു ലേക്കാണ്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഒരുപാടുണ്ട് കേട്ടോ. അത് ഏകദേശം ഏക്കർ കണക്കുണ്ട്, കുറേ നടക്കാനുണ്ട്. എനിക്ക് അത്രയൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം കണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പൊളിയല്ലേ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മലയുടെ താഴ്വരയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു പാർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഒരു നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട്. തീർച്ചയായും നിങ്ങളും കാശ്മീരിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം വരിക, വിസിറ്റ് ചെയ്യുക. മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് 24 രൂപയ്ക്ക് ഇതിനകത്ത് കയറുന്നത് വെറുത്തെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് നല്ല വെർത്താണ്. 24 രൂപയ്ക്ക് ഈ ഒരു പാർക്കിനകത്ത് കയറുന്നത് നല്ലൊരു വെർത്താണ്. ഗൈസ്, അങ്ങനെ കാശ്മീർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ കാശ്മീരിൽ നമ്മളിവിടെ ബോറടിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതും കൂടെ അങ്ങ് ചെയ്തുകൂടാ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ഇതും കണ്ടിട്ടാണ് നമ്മൾ ഇനി അടുത്തടുത്ത ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും എല്ലാവരും ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.